NH-66 നിർമ്മാണം ചേമഞ്ചേരിയിലെ വെറ്റിലപ്പാറ ഭാഗത്ത് ഗതാഗത പ്രശ്നം രൂക്ഷമാക്കിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ജനങ്ങൾ സമരരംഗത്ത്. സമരപരിപാടികൾക്ക് മുന്നോടിയായി വെറ്റിലപ്പാറയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ സമരസമിതിക്ക് രൂപം നൽകി. വെറ്റിലപ്പാറ ഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാലേ റോഡിന്റെ മറുവശത്തും തിരിച്ചും വരാനാവൂ എന്നതാണ് സ്ഥിതി. NH-ൽ നിന്ന് 3 കിലോമീറ്റർ കിഴക്കുള്ള കൊളക്കാട് ഭാഗത്തെ ജനങ്ങൾ വെറ്റിലപ്പാറയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും കൊയിലാണ്ടി ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നത്. NH-ന് അപ്പുറവും ഇപ്പുറവും കടക്കാൻ കഴിയാതെ ഈ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. ഒരു അടിപ്പാത ഈ ഭാഗത്ത് അനിവാര്യമാണെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. ഡ്രെയിനേജ് വഴി കിലോമീറ്ററുകളോളം ഒഴുകിവരുന്ന മലിനജലം ജനവാസ മേഖലയിലേക്കാണ് തുറന്നുവിടുന്നത്. ഇത് കാരണം 70ഓളം വീടുകളിൽ ഈ മഴക്കാലത്ത് വെള്ളം കയറുകയുണ്ടായി. കിണറിൽ മലിനജലം ഇറങ്ങി ഉപയോഗശൂന്യവുമായി. യാതൊരു പരിഹാരവും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ വരുന്ന മലിനജലം ഡ്രെയിനേജ് നിർമ്മിച്ച് പ്രകൃതിദത്തമായ തോടിലേക്ക് ഒഴുക്കിവിടണം. സർവീസ് റോഡിന് ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. അക്വയർ ചെയ്ത സ്ഥലം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താത്തതാണ് ഇതിന് കാരണം. ഇതാകട്ടെ കുണ്ടും കുടി നിറഞ്ഞ് ഏത് സമയം വാഹനക്കുരുക്കിലുമാണെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. ഡ്രെയിനേജിന്റെ പല ഭാഗങ്ങളും മുകളിൽ മൂടാത്തതിനാൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് അധികൃതരെ പലതവണ ബന്ധപ്പെട്ടിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വെറ്റിലപ്പാറയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ആ കൂട്ടായ്മയിൽ വെച്ച് വാർഡ് മെമ്പർ വിജയൻ കണ്ണഞ്ചേരി ചെയർമാനും അശോകൻ കോട്ട് കൺവീനറുമായി ഒരു സമരസമിതിക്ക് രൂപം നൽകുകയും ചെയ്തത്. ബഹുജന കൺവെൻഷൻ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദി കിഴക്കയിൽ അധ്യക്ഷയായി. സമരസമിതി കൺവീനർ അശോകൻ കോട്ട് സമരപരിപാടികൾ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ ശ്രീധരൻ, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK അബ്ദുൽ ഹാരിസ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ M നൌഫൽ, ഷബീർ, AK സുനിൽ തുടങ്ങിയവർ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തു. PK ഉണ്ണികൃഷ്ണൻ ഭാരവാഹി പട്ടികയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.